ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എങ്ങനെ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യാം മീൻസ് അത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു വലിയ സംഭവമൊന്നുമല്ല, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളത് എന്തിനു കേൾക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലിങ്ക്ഡിൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു പക്ഷേ ഒരു അക്കാഡമിയിൽ ആദ്യമായിട്ട് പഠിക്കാൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ വന്നപ്പോഴാണ് ലിങ്ക്ഡിൻ എന്താണെന്ന് മനസ്സിലാക്കിയത്. സോ ഞാൻ ലിങ്ക്ഡിൻ തുടങ്ങിയപ്പോൾ എനിക്ക് 85 കണക്ഷൻസിൽ നിന്ന് ഞാൻ തുടങ്ങി. ഇന്ന് എനിക്ക് 500+ കണക്ഷൻസും ജസ്റ്റ് 70 ഫോളോവേഴ്സിൽ നിന്ന് 617 ഫോളോവേഴ്സും ഉണ്ട്. അത് അറൌണ്ട് വിത്തിൻ 2.5 മന്ത്സിനുള്ളിൽ 2.5 മന്ത്സ് 2 മന്ത്സിനുള്ളിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. സോ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ വേറെ ആരെക്കാളിലും എനിക്ക് കുറച്ച് ഈസി ആയിട്ട് പറ്റും. കാരണം ഒന്നുമില്ലായ്മയെന്നാണ് നിന്ന് ഞാൻ ലിങ്ക്ഡിനെ ഇന്ന് ഇത്രയൊക്കെ ആക്കിയെടുത്ത്, അല്ല ഇന്ന് ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് എനിക്ക് കുറച്ച് റൂൾസ്, കുറച്ച് ഗൈഡ് ലൈൻസ്, ഞാൻ ഫോളോ ചെയ്ത കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ നമുക്ക് ഫർദർ ആയിട്ട് കാര്യങ്ങളിലേക്ക് നോക്കാം. അതായത് ബേസിക്കലി നമ്മൾ ലിങ്ക്ഡിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് ഈസി വേയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോ വീഡിയോ ഞാൻ പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോഴത്തേക്കും, നിങ്ങൾ അതിനോട് കൂടെ തന്നെ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ എടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ മൊബൈലിൽ അത് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് പോയി വേറൊരു ദിവസം വീഡിയോ എടുത്ത് കാണുക, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. നമുക്ക് ഒരു 10 to 20 മിനിറ്റ്സിനുള്ളിൽ ഈ പരിപാടി അങ്ങ് മാറ്റി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇമെയിലും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ വഴി സൈൻ ഇൻ ചെയ്യാം. ഈ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളുടെ ലൊക്കേഷൻ കാര്യങ്ങളും കൂടി നമ്മൾ നേരെ എന്ത് ചെയ്യുക, ലിങ്ക്ഡിൻ അക്കൗണ്ടിലേക്ക് പോകും. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുക നമ്മുടെ പ്രൊഫൈൽ പിക്ചറാണ്. അപ്പൊ എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട പ്രൊഫൈൽ പിക്ചറാണ്. അതായത് നമുക്കൊരു പ്രൊഫൈൽ പിക്ചർ ക്ലിയർ ആയിട്ട് വേണം. അതായത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ നല്ലൊരു ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു പ്രൊഫഷണൽ വേയിൽ. ലിങ്ക്ഡിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രൊഫഷണലി കുറച്ചും കൂടെ ആൾക്കാരോട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇൻസ്റ്റാഗ്രാം പോലെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് ഇടാൻ പറ്റത്തില്ല. സോ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് നല്ലൊരു പിക്ചറാക്കി നമ്മൾ അതിലിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. ഈ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, PFP മേക്കർ, പ്രൊഫൈൽ പിക്ചർ മേക്കർ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർലി ആ വെബ്സൈറ്റിൽ നിങ്ങളൊരു ഇമേജ് ഇട്ട് കൊടുക്കുക. ആ ഇമേജ് നിങ്ങൾ ഒരു പ്രൊഫഷണൽ വേയിലായിട്ട് ക്രിയേറ്റ് ചെയ്തിരും. ആ ഇമേജ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ പിക്ചർ എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞു. ഇനി എൻ്റെ ബാക്കിൽ ബാനർ ഇമേജ് ഉണ്ട്. ഈ ബാനർ ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്കും അതും വലിയ പരിപാടിയൊന്നുമില്ല. ക്യാൻവയിൽ പോകണം. എല്ലാവർക്കും അറിയുന്ന ഒരു വെബ്സൈറ്റാണ് ക്യാൻവ. ക്യാൻവയിൽ ചെന്നിട്ട് അവിടുത്തെ സെർച്ച് ഐക്കണിൽ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യുവാണ്. അതായത് ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിന്റെ ബാനർ ഇമേജ് എന്ന് പറഞ്ഞവിടെ സെർച്ച് ചെയ്ത് അവരത് തരും. കുറേ ടെംപ്ലേറ്റ്സ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് നിങ്ങൾ പ്രൊഫൈൽ പിക്ചറിൽ യൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജിന്റെ കളറും ആ ടെംപ്ലേറ്റ് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ കുറച്ചും കൂടെ വൃത്തി ഉണ്ടായിരുന്നു നമ്മുടെ പ്രൊഫൈൽ കാണാൻ. അപ്പോൾ ആ ക്യാൻവയിൽ പറയുന്ന ആ ബാനർ ഇമേജ് എടുക്കുക. ആ ബാനർ ഇമേജ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർലി നോക്കിയിട്ട് നമ്മൾ എന്താണോ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റർ നിങ്ങൾ എന്ത് ഏരിയ ആണോ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ആ സ്പെഷ്യലൈസേഷൻ ഏരിയ ഇട്ട് ബാക്കിൽ കവർ ചെയ്തത് കൊടുക്കുക. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുന്നത് വെച്ചാൽ നമ്മുടെ എബൌട്ട് സെക്ഷനാണ്. സൈഡിലോട്ട് പെൻസിൽ ഐക്കൺ എടുക്കുമ്പോൾ നമ്മൾ എന്താണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റ് ആയതുകൊണ്ട് ഞാൻ അപ്പോൾ അതിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയയിൽ എന്തൊക്കെയാണ് ചെയ്തത്, അതായത് നിങ്ങളുടെ ആ ഏരിയയിലുള്ള നിങ്ങളുടെ പ്രിഫറൻസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആദ്യം നിങ്ങളെ പേര് എഴുതുക, ബേസിക് ഇൻഫോ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ നിങ്ങളുടെ ലാസ്റ്റ് നെയിം എന്താണ് അത് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഈ ഹെഡ്ലൈനിലാണ് നമ്മൾ എന്താണ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, SEO സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഞാനൊരു കോണ്ടന്റ് മാർക്കറ്റർ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഏരിയാസ് ഏതൊക്കെയാണോ ആ സ്പെഷ്യലൈസിങ് ഏരിയയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെഡ്ലൈനിൽ കൊടുക്കാം. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ഓരോരോ ബാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാനുള്ള കുറച്ചും കൂടെ വൃത്തിയും കാര്യങ്ങളും കാണും. എന്താണോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മാത്രം അതിൽ കൊടുക്കുക. അത് നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച കറണ്ട് പൊസിഷൻസ് ചോദിക്കും. അതായത് നിങ്ങളിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്തത്, നിങ്ങൾ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. അതിന് എഡ്യൂക്കേഷൻ നിങ്ങൾ മുമ്പ് പഠിച്ച സ്ഥലം, അതായത് ഇപ്പോൾ നിങ്ങൾ അക്കാഡമി പഠിച്ച അക്കാഡമി, സ്കൂളാണെങ്കിൽ സ്കൂള്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. ലൊക്കേഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ ബട്ടൺ ആദ്യം സേവ് ചെയ്യുക. ഇത് ഇത്രയും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് വരുമ്പോൾ അവിടെ ആഡ് പ്രൊഫൈൽ സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. അതിൽ കോർ, റെക്കമെൻഡഡ്, അഡീഷണൽ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തരംതിരിച്ചാണ്. ഇതിന് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐദർ നിങ്ങൾക്ക് ഇതുവഴിയും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പെൻസിൽ ഐക്കൺ വഴി ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓവറോൾ നമ്മുടെ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ടിന്റെ ഏകദേശം ഒപ്റ്റിമൈസേഷനിൽ ഒരു അറൌണ്ട് 70% കംപ്ലീറ്റ് ആയി. പിന്നെ താഴേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത് അവിടെ എബൌട്ട് സെക്ഷനാണ്. ഈ എബൌട്ട് സെക്ഷനിലാണ് നമ്മൾ ആരാ എന്താണെന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, നമ്മളെ ജോബ്, നമ്മുടെ പാഷൻ, അത് നമ്മൾ എന്താണ് എന്ന് ഉദ്ദേശിക്കുന്ന എബൌട്ട് സെക്ഷനാണ്. ഈ എബൌട്ട് സെക്ഷനിലെ കോണ്ടന്റ് ഒക്കെ നിങ്ങൾ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി ChatGPT യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്താൽ ഞാൻ കുറേയൊക്കെ ChatGPT യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ChatGPT നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ അതുപോലെ നിങ്ങളുടെ കോണ്ടന്റ് അവർ പറയും പോലെ അല്ല എടുക്കേണ്ടത്.
നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഐഡിയ എന്താണ്, ഈ ഐഡിയ എന്നാണ് നമ്മൾ ജസ്റ്റ് ത്രെഡ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ ആ ഐഡിയ ത്രെഡ് ഉണ്ടാക്കി എടുത്തോളം ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. അല്ല കംപ്ലീറ്റ്ലി അത് തരുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് തരുന്ന ത്രെഡ് നിങ്ങൾ എന്താ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ എന്താ ഇതിലേക്ക് കൊണ്ടിടുക എന്നുള്ളതാണ് ബേസിക് ചാറ്റ് GPT നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ് നമ്മൾ താഴെ വന്ന ടോപ്പ് സ്കിൽസ് ആണ്. അതായത് എൻ്റെ എന്തൊക്കെ സ്കിൽസ് ആണ്, അനലിറ്റിക്കൽ സ്കിൽസ് ആവാം, ചിലപ്പോൾ ലോജിക്കൽ സ്കിൽസ് ആവാം, ഞാൻ കമ്മ്യൂണിക്കേറ്റർ ആവാം. അപ്പൊ എന്തൊക്കെ സ്കിൽസ് ആണെന്നുള്ള ക്ലിയർലി നമ്മൾ ടോപ്പ് സ്കിൽസിൽ മെൻഷൻ ചെയ്യാം. അതിന്റെ താഴെ നമ്മൾ സർവീസസ് കാണും. ഈ സർവീസസ് ഉദ്ദേശം നിങ്ങൾ എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ ഞാൻ ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ടീച്ചിങ് സർവീസ്, ഇപ്പൊ ഞാൻ UPSC പഠിച്ചതുകൊണ്ട് ഞാൻ അതിലെ സർവീസ് ടീച്ചിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ അല്ലാത്ത സർവീസസ് പ്രൊവൈഡ്. അപ്പൊ എന്തൊക്കെ സർവീസ് നിങ്ങളുണ്ട് ആ സർവീസസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഞാൻ എൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ പിന്നെ യൂട്യൂബർ ആയതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് എൻ്റെ സർവീസസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ പോസ്റ്റ് ഇട്ടതും കാര്യങ്ങളും ഒക്കെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ തരുമ്പോൾ ഓവറോൾ അതിന്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാൻ ബേസിക് ആണ് നിങ്ങൾ പറഞ്ഞത്. ചിലപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർലി ഒപ്റ്റിമൈസ് ചെയ്താൽ ഏകദേശം ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ കാര്യം കഴിയും. ഇതൊരു വലിയ കാര്യമല്ല. ഇതിൽ വലിയ കാര്യം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പം ഞാൻ എങ്ങനെ 2 months കൊണ്ട് ഇത്രയും വലിയ ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഇത് എനിക്കൊരു വലിയ കാര്യമാണത്. പക്ഷെ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന സംഭവം എപ്പോഴും കീപ്പ് ചെയ്യുമായിരുന്നു. അതായത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഫോർ ദ സേക്ക് ഓഫ് പോസ്റ്റിംഗ് എന്ന രീതിയിൽ ചുമ്മാ കുറെ കോണ്ടന്റ് വരെ അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോരോ പോസ്റ്റും, അതായത് നമ്മളെ ഇമോഷൻസും കാര്യങ്ങളും, അതായത് നിങ്ങൾ ഒരിക്കലും ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട്, പക്ഷെ അവർക്ക് ആവശ്യമുള്ള സാധനം കൊടുത്തെങ്കിലും ഇപ്പൊ നിങ്ങളായിരുന്നല്ലോ അത് വായിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ അത് എടുക്കും. അതുപോലെ ഓരോ ഓഡിയൻസിനും ആവശ്യമുണ്ടെങ്കിൽ ആ സാധനം എടുക്കത്തുള്ളൂ. സോ ഓരോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മളെ ലൈഫിനെ അറ്റാച്ച് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും പ്രൊഫഷണൽ പേര്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോലെ നമ്മൾ അവിടെ പോയി ഇവിടെ പോയി ഇത് ചെയ്ത് അത് ചെയ്യുന്നുള്ളതല്ല. നിങ്ങൾക്ക് പ്രൊഫഷണൽ വേയിൽ നിങ്ങളൊരു വർക്ക് ആയിരുന്നാലും നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിരുന്നാലും ഏത് രീതിയിലായിരുന്നാലും നിങ്ങൾക്ക് അത് എങ്ങനെ ആൾക്കാർ ഓഡിയൻസ് എത്താൻ പറ്റും എന്നുള്ള ഐഡിയ ആണ് ലിങ്ക്ഡ്ഇൻ കൊണ്ട് പോസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഞാൻ ഉപദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമേജ് തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഇമേജിൽ തന്നെ ഓരോ മിനിമൽ ആയിട്ടുള്ള ക്യാപ്ഷൻസ് ഇടുക. നിങ്ങൾ എന്താണോ ഹെഡിങ് ഉദ്ദേശിച്ച ആ ഹെഡിങ്ങിന്റെ ക്യാപ്ഷൻസ് തന്നെ നിങ്ങളുടെ ഇമേജിൽ ഇടാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം 1-2 പോസ്റ്റ് ഇംപ്രഷൻസ് ഒന്നും കിട്ടി കാണൂല, അല്ലെങ്കിൽ ആരും കണ്ടില്ലായിരിക്കും. പക്ഷെ ഡസന്റ് മൈൻഡ്, അതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് കൃത്യമായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇന്ന് തുടങ്ങി നിങ്ങൾ 30 days നിങ്ങൾ ഞാൻ പറയുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 30 days പോസ്റ്റ് ഇടാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ തന്നെ എന്റെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയും ഞാൻ ഈ പറയുന്ന റിസൾട്ട് ഉണ്ടെന്ന്. കാരണം ഞാൻ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ഒരു 30 ദിവസം അല്ലെങ്കിൽ 30-40 ദിവസം കൃത്യമായി ചെയ്തുകൊണ്ടായിരിക്കും എനിക്കിന്ന് റിസൾട്ട് കിട്ടിയത്. അപ്പം ആ ഒരു കാര്യം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്തുമാത്രം കൂടുതലായിട്ട് ചെയ്യുന്നു അത് അത്ര നിങ്ങൾക്ക് എല്ലാ ഫീൽഡിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട് ഉണ്ടാക്കുന്ന ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് അപ്പുറത്ത് കൺസ്റ്റന്റ് ആയിട്ട് അതിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ലിങ്ക്ഡ്ഇൻ എന്നല്ല, നിങ്ങൾ ഏത് സോഷ്യൽ പ്ലാറ്റ്ഫോം എടുത്താലും നിങ്ങളുടെ ആ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ പ്രസൻസ് ആണ് ആൾക്കാർ കൂടുതൽ നിങ്ങളെ മുമ്പിലോട്ട് കൊണ്ടുവരുന്ന, കൂടുതൽ ആൾക്കാരെ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്ന മെയിൻ റീസൺ അതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമുക്ക് എന്നെ DM ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. For more related videos, just follow me. Bye.